എല്ലാവർക്കും +1 11ാമത് ചാപ്റ്റർ കോണിക് സെക്ഷൻസ് അതിൻ്റെ 4ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 3 കോണിക്കുകളാണ് ചർച്ച ചെയ്തത്: സർക്കിൾ, പരാബോള, എലിപ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ 4ാമത് കോണിക് ഹൈപ്പർബോള. ആദ്യം നമുക്ക് ഈ ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ഈ ഹൈപ്പർബോളയുടെ ഷേപ്പ് ഒന്ന് വരയ്ക്കാം. എയും ബിയും 2 ഫിക്സഡ് പോയിൻറ്റ്സ് ആണ്. എലിപ്സ് പറയുന്ന കണക്ക് തന്നെയാണ് എല്ലാം. എലിപ്സുമായി ഷേപ്പിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ പോലും കൺസെപ്റ്റുകളിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഹൈപ്പർബോളയ്ക്കുള്ളൂ. എലിപ്സിൻ്റെ ഫോർമുലകൾ കൃത്യമായി അറിയാവുന്നവർക്ക് ഹൈപ്പർബോള വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ എയും ബിയും 2 ഫിക്സഡ് പോയിൻറ്റ്സ് ആണ്. ഇതാണ് ഹൈപ്പർബോളയുടെ ഷേപ്പ്. ഇതാണ് ഹൈപ്പർബോള. 2 പരാബോളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന പോലെയുള്ള ഈ ഷേപ്പിൻ്റെ പേരാണ് ഹൈപ്പർബോള. 2 ആർച്ചാണ്, ലെഫ്റ്റും റൈറ്റും. എയും ബിയും 2 ഫിക്സഡ് പോയിൻറ്റ്സ് ആണ്. നമുക്ക് ഈ ഹൈപ്പർബോളയിൽ പി എന്ന ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത 2 ഫിക്സഡ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, എയും ബിയും, അതിലേക്ക് 2 ഡിസ്റ്റൻസുകൾ വരയ്ക്കുന്നു, പി എ ആൻഡ് പി ബി. എന്നിട്ട് ഈ 2 ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഡിസ്റ്റൻസിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് കുറയ്ക്കണം. ഇവിടെ വലിയ ഡിസ്റ്റൻസ് ഏതാ? പി എ. ചെറിയ ഡിസ്റ്റൻസ് ഏതാ? പി ബി. പി എ മൈനസ് പി ബി കണ്ടുപിടിക്കണം. എലിപ്സിൽ നമ്മൾ ആഡ് ചെയ്തു, ഹൈപ്പർബോളയിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് വേണം കുറയ്ക്കാൻ. ആ ഡിഫറൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മളോട് ഉപയോഗിച്ചത്. പി എ മൈനസ് പി ബി കണ്ടു. എന്നിട്ട് ഇവിടെ മറ്റൊരു പോയിന്റ് ക്യൂ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ക്യൂയിൽ നിന്ന് ആ 2 ഫിക്സഡ് പോയിൻറ്റ്സിലേക്ക് ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തു, ക്യൂ ബിയും ക്യൂ എയും. എന്നിട്ട് നേരത്തെ ചെയ്ത കണക്ക് ഇവിടെയും ആ ക്യൂയിൽ നിന്നുള്ള 2 ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ്. ഇവിടെ വലിയ ഡിസ്റ്റൻസ് ഏതാ? ക്യൂ ബി. ചെറിയ ഡിസ്റ്റൻസ് ഏതാ? ക്യൂ എ. ക്യൂ എ മൈനസ് ക്യൂ ബി കാണുന്നു. അങ്ങനെ കണ്ടാൽ ഇത് രണ്ടും ഈക്വലാണ്. പി എ മൈനസ് പി ബി സമം ക്യൂ ബി മൈനസ് ക്യൂ എ. ഹൈപ്പർബോളയിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെ നിന്നുള്ള ഈ 2 ഫിക്സഡ് പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ഈക്വലായിരിക്കും. അങ്ങനെയുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഹൈപ്പർബോള. അപ്പോഴെന്താണ് ഹൈപ്പർബോൾ ഡെഫിനിഷൻ? ഹൈപ്പർബോള ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ. ദ ഡിഫറൻസ് ഓഫ്, ആ ഡിഫറൻസ് ആണ് എലിപ്സിൽ സം, ഹൈപ്പർബോളയിൽ ഡിഫറൻസ്. ദ ഡിഫറൻസ് ഓഫ് ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം 2 ഫിക്സഡ് പോയിൻറ്റ്സ് ഇൻ ദ പ്ലെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒരു പ്ലെയിനിലെ 2 ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ഈക്വലാകുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഹൈപ്പർബോള. നമ്മളെ എടുത്ത 2 ഫിക്സഡ് പോയിൻറ്റ്സ് ഇല്ലേ, എയും ബിയും, ആ പോയിൻറ്റ്സിന് വിളിക്കുന്ന പേരാണ് ആ ഹൈപ്പർബോളയുടെ ഫോസൈ. അപ്പോൾ എലിപ്സുമായുള്ള വ്യത്യാസം എന്താ? എലിപ്സിൽ സം എന്ന് പറഞ്ഞെടുത്ത് ഹൈപ്പർബോളയിൽ ഡിഫറൻസ് എന്ന വാക്ക് യൂസ് ചെയ്തു. അപ്പോൾ ഷേപ്പിലും ഈ പറയുന്ന മാറ്റമുണ്ടായി. ഇനി നമുക്ക് ഈ ഹൈപ്പർബോളയുടെ ബാക്കി കാര്യങ്ങളിലേക്ക്. ഈ എയും ബിയും ഇതിൻ്റെ ഫോക്കസാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എ ആൻഡ് ബി ആർ കാൾഡ് ഫോസൈ ഓഫ് ദ ഹൈപ്പർബോള. ഈ ഫോസൈയിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതാണ്ട് ഈ ഗ്രീൻ കളറിൽ വരച്ച ഈ ലൈൻ. ഈ ലൈനിൻ്റെ പേരാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. എലിപ്സി നമ്മൾ പറഞ്ഞ വാക്കെന്താ? മേജർ ആക്സിസ്. ഇവിടെ പേര് മാറി ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇതാണ് പേര്. ഈ ട്രാൻസ്വേഴ്സ് ആക്സിസ് ആ ഹൈപ്പർബോളയെ ടച്ച് ചെയ്ത 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? പിയും ക്യൂവും. ഈ 2 പോയിന്റ്സിന് വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ വെർട്ടിസസ്. പി ആൻഡ് ക്യൂ ആർ കാൾഡ് വെർട്ടിസസ്. അതായത് ഈ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈ ഹൈപ്പർബോളയെ മീറ്റ് ചെയ്യുന്ന ഈ 2 പോയിന്റുകളെയാണ് നമ്മളതിൻ്റെ വെർട്ടിസസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ എ മുതൽ ബി വരെയുള്ള, അതായത് 2 ഫോക്കസിനിടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ്, അതിൻ്റെ മിഡ് പോയിന്റ് അതാ ഇവിടെ ഏകദേശം വരുന്ന, ഇതാണ് ആ മിഡ് പോയിന്റ് ഒ. ഈ മിഡ് പോയിന്റ് എ ബിയുടെയും പി ക്യുവിൻ്റെയും മിഡ് പോയിൻ്റാണ്. ഇതിന് വിളിക്കുന്ന പേരാണ് ഈ ഹൈപ്പർബോളയുടെ സെൻറ്റർ. എല്ലാ എലിപ്സി പറഞ്ഞതുപോലെ തന്നെ
അതാണ് സെൻറ്റർ. ഇനി ആ സെൻറ്ററിലൂടെ ഇതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായി ഒരു ലൈൻ പോകുന്നു. ഇതിൻ്റെ പേരാണ് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ആക്സിസ്. മറ്റടുത്ത് മൈനർ ആക്സിസ്. ഇവിടെ എന്താ പേര്? കോഞ്ചുഗേറ്റ് ആക്സിസ്. അപ്പോൾ ഈ ഗ്രീൻ കളറിൻ്റെ പേര് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ഇതിൻ്റെ പേര് കോഞ്ചുഗേറ്റ് ആക്സിസ്. ഈ O ആണ് ഹൈപ്പർബോളയുടെ സെൻറ്റർ. ഇനി ഈ ഫോക്കസിലൂടെ, B എന്ന ഫോക്കസിലൂടെ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ഈ ലൈൻ സെഗ്മെൻറ്റ് അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറാണ്. അതുമാത്രമല്ല ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഈ ഹൈപ്പർബോളയിലെ പോയിൻറ്റ്സ് ആണ്. ഈ ലൈൻ സെഗ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. അത് നമുക്ക് ഇവിടെയും വരയ്ക്കാം, ഈ A എന്ന ഫോക്കസിലും വരയ്ക്കാം. ഇതാണ് ഒരു പരാബോളയുടെ പ്രധാന പോയിൻറ്റ്സ്. അപ്പോൾ എയും ബിയും രണ്ട് ഫിക്സഡ് പോയിൻറ്റ്സ് ആണ് ഫോസൈ. ആ ഫോസൈയിലൂടെ പോകുന്ന ഈ ഗ്രീൻ കളർ ലൈൻ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ആ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഹൈപ്പർബോളയെ മീറ്റ് ചെയ്യുന്ന P എന്നും Q എന്നും പറയുന്ന പോയിൻറ്റ്സിൻ്റെ പേര് വെർട്ടിസസ്. O ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റാണ്. അത് ഹൈപ്പർബോളയുടെ സെൻറ്ററാണ്. അതിലൂടെ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായി വരയ്ക്കുന്ന ഈ ആക്സിസാണ് അതിൻ്റെ കോഞ്ചുഗേറ്റ് ആക്സിസ്. ഫോക്കസിലൂടെ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ഈ ലൈൻ സെഗ്മെൻറ്റ്, അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഹൈപ്പർബോളയിലെ പോയിൻറ്റ്സ് ആണ്. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ പേരാണ് ലാറ്റസ് റെക്റ്റം. ഇനി ഈ സെൻറ്റർ O മുതൽ ഈ P വരെയുള്ള വെർട്ടെക്സ് വരെയുള്ള ദൂരമാണ് സ്മാൾ a. O മുതൽ B വരെയുള്ള ദൂരമാണ് C. അപ്പോൾ O മുതൽ P വരെയുള്ള ദൂരം എയും O മുതൽ B വരെയുള്ള ദൂരം സിയുമാണ്. C² = A² - B². ഈ ഫോമുല ബൈഹാർട്ട് ചെയ്യണം. എലിപ്സിലെ വ്യത്യാസം ഇവിടെ മൈനസ് ആയിരുന്നു, ഹൈപ്പർബോള ആയപ്പോൾ ഇത് പ്ലസ് ആയി. C² = A² + B². എലിപ്സുമായുള്ള വ്യത്യാസം മാർക്ക് ചെയ്ത് പഠിക്കണം. എലിപ്സിൽ C² = A² - B² ആണ്. ഹൈപ്പർബോളയിൽ C² = A² + B² ആണ്. ഇനി ഹൈപ്പർബോളയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൈപ്പർബോളയിൽ ഒരു പോയിൻ്റ് P എടുത്താൽ ആ Pയിൽ നിന്ന് രണ്ട് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് PA ആൻഡ് PB, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യണം. ഇവിടെ PA ആണ് വലുത്, PB ആണ് ചെറുത്. അപ്പോൾ PA - PB കണ്ടാൽ അത് 2A ആയിരിക്കും. എന്താ നമ്മൾ നേരത്തെ അപ്പുറം പറഞ്ഞല്ലോ, PA - PB = 2A. അപ്പോൾ ഈ ഹൈപ്പർബോളയിൽ ഏത് പോയിൻ്റ് എവിടെ നമ്മൾ എടുത്താലും അവിടെ നിന്ന് രണ്ട് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് 2A ആണ്. ഇത് നന്നായി നോട്ട് ചെയ്ത് പഠിക്കണം. Pയിൽ നിന്ന് എയിൽ ഇത് വലിയ ഡിസ്റ്റൻസിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് ആണ് കുറയ്ക്കേണ്ടത്. ഇവിടെ PA ആണ് വലുത്, PB ആണ് ചെറുത്. അപ്പോൾ PA - PB 2A വരും. ഇനി ഈ P എന്ന പോയിന്റ് നമ്മൾ ഇവിടെ എടുത്തിരുന്നെങ്കിലോ, അപ്പോൾ PB വലുതും വരും, PA ചെറുതും വരും. അപ്പോൾ അവിടെ PB - PA. എപ്പോഴും വലുതിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കേണ്ട, അതിനെ ഡിഫറൻസ് എന്ന് പറയുക. ഈ PA - PB 2A ആണ്. ഇനി നമുക്ക് ഈ ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ഇക്വേഷൻ x² / A² - y² / B² = 1. എലിപ്സുമായുള്ള വ്യത്യാസം എന്താ? എലിപ്സിൽ നടുക്ക് പ്ലസ് ആണ്, ഇവിടെ മൈനസായി. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും, കണ്ടോ? അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് കോഞ്ചുഗേറ്റ് ആക്സിസ് X ആൻഡ് Y ആക്സിലാണ് കിടക്കുക. ഈ ഹൈപ്പർബോളയുടെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനാണ്. അതിൻ്റെ ഫോസൈ വെർട്ടിസസ് എല്ലാം X ആക്സിലെ പോയിൻറ്റ്സ് ആണ്. ഇതാണ് ഹൈപ്പർബോളയുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. x² / A² - y² / B² = 1. അതിൻ്റെ ഫോസൈ +or - E0 എല്ലാം നമ്മൾ എലിപ്സിൽ പറഞ്ഞ ഇക്വേഷൻസ് തന്നെയാണ്. വെർട്ടിസസ് +or - A0. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് അല്ല, ട്രാൻസ്വേഴ്സ് ആക്സിസ് 2A. ലെങ്ത് ഓഫ് ദ കോഞ്ചുഗേറ്റ് ആക്സിസ്, മറ്റിടത്ത് എലിപ്സിലെ പേരെന്തായിരുന്നു? മൈനർ ആക്സിസ്. പകരം ഇവിടെ കോഞ്ചുഗേറ്റ് ആക്സിസ് 2B. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസൈ 2C. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം 2B² / A. എക്സെൻട്രിസിറ്റി E C/A. ഇവിടെ ഒരു വ്യത്യാസം,
പരാബോളയുടെ എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി 1-നേക്കാൾ ചെറുതാണ്. പക്ഷേ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി 1-നേക്കാൾ കൂടുതലാണ്. കാരണം ഇവിടെ സി ആണ് എയേക്കാൾ വലുത്. കാരണം സി എന്ന് പറയുന്നതാണ്ട് ഈ സെൻറ്റർ മുതൽ ഇവിടെ ഫോക്കസ് വരെയുള്ള ദൂരമാണ് സി. സെൻറ്റർ മുതൽ ഈ വെർട്ടെക്സ് വരെയുള്ള ദൂരമാണ് എ. അപ്പോൾ ഇവിടെ സി ആണ് വലുത്. ഇ സമം സി ബൈ എ. ഇയുടെ വില 1-നേക്കാൾ കൂടുതലാണ്. സി സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസിക്കൽ ടു 1. എന്ത് മാറ്റമാണെന്ന് നോക്കിയേ. ഡിനോമിനേറ്റർ എ സ്ക്വയർ ബി സ്ക്വയർ ഒരു മാറ്റവുമില്ല. പകരം എക്സ് സ്ക്വയറും വൈ സ്ക്വയറും തിരിഞ്ഞ് വൈ സ്ക്വയറും എക്സ് സ്ക്വയറുമായി. അതാണ് വ്യത്യാസം. എലിപ്സിൽ എ സ്ക്വയറും ബി സ്ക്വയറുമാണ് മാറിയത്. ഹൈപ്പർബോളയിലോ എക്സ് സ്ക്വയറും വൈ സ്ക്വയറുമാണ് പരസ്പരം മാറുന്നത്. അതേപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഹൈപ്പർബോളയിൽ എയും ബിയും തമ്മിൽ എ ആണോ ബി ആണോ വലുത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ചിലപ്പോൾ എ ആയിരിക്കും വലുത്, ചിലതിൽ ബി ആണ്. പക്ഷേ എലിപ്സിൽ അങ്ങനെയല്ല. എലിപ്സിൽ എപ്പോഴും എ ആയിരിക്കും ബിയേക്കാൾ വലുത്. ഹൈപ്പർബോളയിൽ അങ്ങനെയല്ല. ചില ഹൈപ്പർബോളയിൽ എ ആണ് വലുതെങ്കിൽ ചില ഹൈപ്പർബോളയിൽ ബി ആയിരിക്കും വലുത്. അപ്പോൾ രണ്ടാമത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസിക്കൽ ടു 1. വീണ്ടും പറയുന്നു, ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറുമാണ് പരസ്പരം മാറിയത്. ഡിനോമിനേറ്റർ എ സ്ക്വയർ ബി സ്ക്വയറിന് മാറ്റമൊന്നുമില്ല. ഇതാണ് രണ്ടാമത് ഹൈപ്പർബോള. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അതിൻ്റെ മേജർ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഇപ്പോൾ ഏത് ആക്സിലൂടെയാണ്? വൈ ആക്സിലാണ് കിടക്കുക. ഇതാണ് അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോസൈയും വെർട്ടെക്സും എല്ലാം വൈ ആക്സിലേക്ക് മാറും. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഫോസൈ 0 പ്ലസ് ഓർ മൈനസ് സി, വെർട്ടിസസ് 0 പ്ലസ് ഓർ മൈനസ് എ. ബാക്കിയെല്ലാം ഇതിന് സമാനമാണ്. ഫോസൈയിലും വെർട്ടിസസിലുമുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഹൈപ്പർബോളയുടെ രണ്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ്. എലിപ്സുമായി നല്ല സാമ്യമുണ്ട് ഇതിനെല്ലാം. എലിപ്സിൽ ഇവിടെ പ്ലസ് ആയിരുന്നപ്പോൾ ഹൈപ്പർബോളയിൽ മൈനസായി. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ് സ്ക്വയറും വൈ സ്ക്വയറുമാണ് പരസ്പരം മാറുന്നത്. പിന്നെ സെക്കൻഡ് ഹൈപ്പർബോളയിൽ ഫോസൈ വെർട്ടിസസിൻ്റെ ഫോമുലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഫോമുലകളെല്ലാം ഒന്നുകൂടെ ഞാൻ കൺസോളിഡേറ്റ് ചെയ്ത് എഴുതി. ഹൈപ്പർബോള 1, ഹൈപ്പർബോള 2 ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഈ റിസൾട്ടുകളെല്ലാം ബൈഹാർട്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് വരാൻ. പ്രോബ്ലം ചെയ്യുന്നത് എലിപ്സിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9y സ്ക്വയർ മൈനസ് 4x സ്ക്വയർ ഈസിക്കൽ ടു 36. ഈ എലിപ്സിൻ്റെ ഈ ഹൈപ്പർബോളയുടെ ഫോസൈ വെർട്ടിസസ് തുടങ്ങിയവ ഓരോന്നായി നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷൻ്റെയും റൈറ്റ് സൈഡ് 1 ആണ്. ഇവിടെ റൈറ്റ് സൈഡ് 36 ആണ്. അപ്പോൾ ഈ 36ൻ്റെ അവിടെ 1 വരണമെങ്കിൽ നമ്മൾ ഓരോന്നിനെയും ആ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 9y സ്ക്വയർ ബൈ 36, 4x സ്ക്വയർ ബൈ 36, 36 ബൈ 36 1 ആവും. ഈ 9ഉം 36 കൂടെ കട്ട് ചെയ്താൽ 4 വരും. 4ഉം 36 കൂടെ കട്ട് ചെയ്താൽ 9. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? y സ്ക്വയർ ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ ബൈ 9 ഈസിക്കൽ ടു 1. ഇനി ഇത് ഹൈപ്പർബോള 1 ആണോ 2 ആണോ നോക്കിയേ. ആദ്യം y സ്ക്വയർ അല്ലേ. ആദ്യം എക്സ് സ്ക്വയർ ആണെങ്കിൽ ഫസ്റ്റ് ഹൈപ്പർബോള, ആദ്യം വൈ സ്ക്വയർ ആണെങ്കിൽ സെക്കൻഡ് ഹൈപ്പർബോള. അപ്പോഴിത് രണ്ടാമത് ഹൈപ്പർബോളയാണ്. കാരണം ഫസ്റ്റ് ടേം വൈ സ്ക്വയർ ആണ്. താണ്ടേ വൈ സ്ക്വയറിൽ തുടങ്ങുന്നത് രണ്ടാമത് ഹൈപ്പർബോളയാണ്. ഇനി അതിലെ ഈ ഡിനോമിനേറ്ററിലെ എ ഇല്ലേ, അതെപ്പോഴും എ സ്ക്വയർ ആണ്. ഫസ്റ്റ് ഡിനോമിനേറ്റർ ഈസ് എ സ്ക്വയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബി സ്ക്വയർ. രണ്ടിലും അത് കണക്കാം. ഫസ്റ്റ് വൺ എ സ്ക്വയർ ആണ്, സെക്കൻഡ് വൺ ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം എ സ്ക്വയർ ഈസിക്കൽ ടു 4, എ ഈസിക്കൽ ടു 2. അപ്പോൾ ഫസ്റ്റ് വൺ എപ്പോഴും എ സ്ക്വയർ ആയിരിക്കുമേ. അത് കണക്ക് ഈ 9 ഉണ്ടല്ലോ, അത് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ ഈസിക്കൽ ടു 9, ബി ഈസിക്കൽ ടു 3. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സി കാണണമല്ലോ. സി കാണാൻ ഈ ഇക്വേഷനാണ്. സി സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 13 വരും. അതിൽ നിന്ന് സിയുടെ വാല്യൂ എന്താ? √13. ഇനി ഇതിൻ്റെ ഇത് രണ്ടാമത്തെ അല്ലേ, രണ്ടാമത്തെ ഹൈപ്പർബോളയാണ്. അപ്പോൾ ഓരോന്ന് എഴുതി തുടങ്ങാം. ഫോസൈ 0 പ്ലസ് ഓർ മൈനസ് സി. ആ സിക്ക് എന്ത് കൊടുക്കണം? √13. 0 പ്ലസ് ഓർ മൈനസ് √13. വെർട്ടിസസ് 0 പ്ലസ് ഓർ മൈനസ് എ. എയുടെ വാല്യൂ 2. അപ്പോൾ 0 പ്ലസ് ഓർ മൈനസ് 2 വരും. ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a, 2 × 2 4. ലെങ്ത് ഓഫ് ദ കോഞ്ചുഗേറ്റ് ആക്സിസ് 2b, 2 × 3 6.
ലെങ്ത് ഓഫ് ദ ലാറ്റസ്റ്റ് റെക്റ്റം 2b²/a. ബിക്ക് 3 എന്നും എക്ക് 2 എന്നും കൊടുത്താൽ നമുക്ക് 9 എന്ന ആൻസർ വരും. എക്സെൻട്രിസിറ്റി ഇ c/a. സി എത്ര? √13. എ എത്ര? 2. അപ്പോൾ c/a എന്ന് പറയുന്നത് √13/2. അപ്പോൾ എ ബി സിയുടെ വാല്യൂ കാണുക, ഇതിൻ്റെ ഇക്വേഷനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇനി വെർട്ടിസസും ഫോസയും തന്നിട്ടുണ്ട്. നമുക്ക് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കാണണം. വെർട്ടിസസ് +or-2 0, ഫോസൈ +or-3 0. വെർട്ടെക്സിൽ വരുന്ന ലെറ്റർ ഏതാ? എ. എ = 2. ഫോസയിൽ വരുന്ന ലെറ്റർ ഏതാ? സി. അപ്പോൾ സി = 3. ശ്രദ്ധിക്കുക, എലിപ്സിലെ പോലെ തന്നെയാണ്. വെർട്ടെക്സിൽ വരുന്ന 2 എ ആണ്, ഫോസയിൽ വരുന്ന 3 സി ആണ്. എയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എന്ത് വേണം? ബി കാണാൻ ഈ ഇക്വേഷനാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നത്. c² = a² + b². അതിൽ സിക്ക് 3 കൊടുത്തു, 3². എക്ക് 2 കൊടുത്തു, 2² = b². 9 = 4 + b². അതിൽ നിന്ന് b² 5 എന്ന് വരും. ബിയുടെ വാല്യൂ √5. അപ്പോൾ എയും ബിയും സിയും എല്ലാം ആയല്ലോ. ഇനി ഹൈപ്പർബോള. ഇതേത് ഹൈപ്പർബോളയാ? വെർട്ടിസസ് +or-2 0, ഫോസൈ +or-3 0. അതാണ്ട് ഈ ഫോമിലാണോ? +or-2 0, +or-3 0 ഈ ഫോമിലാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ഫസ്റ്റ് ഹൈപ്പർബോളയാണ്. a² y² = 1. അതിൽ വാല്യൂ എടുക്കാം. എയുടെ വാല്യൂ എത്ര? 2. അപ്പോൾ a² എത്ര വരും? 4. ബിയുടെ വാല്യൂ √5. b² എന്ത് വരും? 5. √5ൻ്റെ സ്ക്വയർ 5 ആണ്. അപ്പോൾ ആൻസർ x² / 4 - y² / 5 = 1. അടുത്ത ക്വസ്റ്റ്യൻ. ഫോസൈ +or-4 0, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം 12. ഫോസൈ +or-4 0. ഈ ഫോസൈയിൽ വരുന്ന ലെറ്റർ ഈ 4 ഉണ്ടല്ലോ, അത് സി ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ c = 4. ഇനി ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് 12. ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് കാണുന്ന ഫോമുല 2b²/a അല്ലേ. അപ്പോൾ 2b²/a = 12. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം 12. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റമാണ് 2b²/a = 12. നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. ഈ എയും 12 കൂടി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 എന്ന് വരില്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 2b² = 12. ഈ 2ഉം ഈ 12 കൂടെ കട്ട് ചെയ്താൽ 6 വരത്തില്ലേ. അപ്പോൾ b² = 6a. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് സിയും എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലോ, c² = a² + b². അതെഴുതണം. എഴുതി ഈ സിയുടെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കും? 4. അപ്പോൾ c² എന്നുള്ളത് 4ൻ്റെ സ്ക്വയർ = a² + എവിടെ നോക്കിയേ, b² = 6a എന്ന് മുകളിൽ എഴുതിയില്ലേ. അപ്പോൾ ഇവിടെ b² പകരം നമുക്ക് താഴെ എന്തെഴുതാം? 6a. ഉണ്ടോ? അപ്പോൾ സിക്ക് 4 കൊടുത്തു, ഈ b² അവിടെ 6a, കാരണം മുകളിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ b² 6a ആണെന്ന്. ഈ 4ൻ്റെ സ്ക്വയർ 16. അതപ്പുറം വയ്ക്കുമ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും. a² + 6a - 16 = 0. ഫാക്ടറൈസേഷൻ ആഡ് ചെയ്താൽ +6 മൾട്ടിപ്ലൈ ചെയ്ത -16. നമ്പേഴ്സ് വരുന്നത് a + 8 × a - 2 = 0. അതിൽ നിന്ന് a + 8 0 ആണെങ്കിൽ എക്ക് -8, a - 2 0 ആണെങ്കിൽ എക്ക് 2. അങ്ങനെ എക്ക് നമുക്ക് 2 വാല്യൂ കിട്ടും, -8ഉം 2ഉം. ഈ എക്ക് ഈ -8 എന്ന വാല്യൂ പറ്റില്ല. കാരണം എ എന്ന് പറയുന്നത് ആ ഹൈപ്പർബോളയുടെ സെൻറ്ററിൽ നിന്നും സെൻറ്ററിൽ നിന്നും അതിൻ്റെ വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അപ്പോൾ എക്ക് നമ്മൾ എടുക്കേണ്ട വാല്യൂ ഏതാണ്? 2 ആണ്. ഓക്കെ, നെഗറ്റീവ് ആവില്ല, കാരണം എ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അപ്പോൾ എയുടെ വാല്യൂ 2 വരും. ഇനി നമുക്ക് ബി കാണണ്ടേ. b² = 6a എന്ന് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ എയ്ക്ക് പകരം ഈ 2 കൊടുത്താൽ മതി, കാരണം എയുടെ വാല്യൂ 2 ആ. ഇവിടെ എയ്ക്ക് പകരം 2 കൊടുത്താൽ 6 × 2 ആൻസർ 12. അങ്ങനെ b² 12 ആണെങ്കിൽ ബിയുടെ വാല്യൂ എത്ര വരും? √12. ഇനി ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഫോസൈ നോക്കിയേ, +or-4 0. ഇതേത് ഫോമില? +or-c0. +or-c0 എന്ന് ഫോസൈ വരുന്ന ഫസ്റ്റ് ഹൈപ്പർബോളയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഹൈപ്പർബോള a² / a² - y² / b² = 1. എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ a² എത്ര വരും? 2ൻ്റെ സ്ക്വയർ 4. ബിയുടെ വാല്യൂ √12. അപ്പോൾ b² എത്ര വരും? √12ൻ്റെ സ്ക്വയർ 12. അപ്പോൾ ആൻസർ x² / 4 - y² / 12 = 1. അടുത്ത ക്വസ്റ്റ്യൻ. ഫോസൈ 0 +or - √10,
പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 3. നമുക്ക് ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇത് ഇതേപോലെ എഴുതി പഠിക്കണം. ഫോസൈ 0 ± √10. അപ്പോൾ ഈ √10 ആരാ? സി അല്ലേ? സി സമം √10. എന്നിട്ട് നമുക്ക് c² = a² + b² ഫോർമുല അറിയാമല്ലോ. അതിൽ ഈ സിക്ക് പകരം √10 കൊടുക്കണം. അപ്പോൾ c² എന്ത് വരും? √10ൻ്റെ സ്ക്വയർ. എന്താ √10ൻ്റെ സ്ക്വയർ? 10. അങ്ങനെ 10 = a² + b². അതിൽ നിന്ന് b²ൻ്റെ വാല്യൂ a² അപ്പുറം പോയാൽ 10 - a². ഇത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. b² = 10 - a². ഇനി ഇത് ഏത് ഹൈപ്പർബോളയാന്ന് നോക്കിയേ. 0 ± c എന്ന ഫോമിലല്ലേ ഫോസൈ കിടക്കുക. ഫോസൈ 0 ± c എന്ന ഫോമിൽ വന്നാൽ അത് ഹൈപ്പർബോള 2 അല്ലേ? അപ്പോൾ ഹൈപ്പർബോളയുടെ രണ്ടാമത്തെ ഇക്വേഷൻ y² / a² - a² / b² = 1. സെക്കൻഡ് ഹൈപ്പർബോള. ആ ഹൈപ്പർബോളയിലെ പോയിൻ്റാണ് 2, 3 എന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ yക്ക് പകരം എന്ത് കൊടുക്കാം? 3. എക്സിന് പകരം എന്ത് കൊടുക്കാൻ? 2. അപ്പോൾ എക്സിന് 2 എന്നും yക്ക് 3 എന്നും ഈ ഇക്വേഷനിൽ കൊടുത്താൽ 3² / a² - 2² / b² = 1. 3² 9 ആണ്, 2² 4 ആണ് അല്ലേ? അപ്പോൾ ഇത് 9 / a² - 4 / b² = 1 എന്ന് വരും. എന്നിട്ട് നമ്മളിത് ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ 9b² - 4a² / a² b² = 1 എന്നാകും. ഇനി ഈ 1ഉം a² b² മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് a² b² ആകും. ഇനി നമ്മൾ ഈ b²ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ലേ? 10 - a² എന്നാകുതാണ്ട് ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഇവിടെയും ഈ b² പകരം 10 - a². നോക്ക്, 9 അതേപോലെ എഴുതി. b² പകരം 10 - a² -4a². ഇവിടെ a² അതേപോലെ എഴുതിയിട്ട് ഈ b² പകരം ബ്രാക്കറ്റിൽ 10 - a². അപ്പോൾ രണ്ടിടത്ത് 10 - a² എന്ന് b² പകരം എഴുതി ചേർത്തു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. 9 × 10 എത്ര? 90. 9 × a², 9a². ഇവിടെ a² × 10, 10a². a² × a², a⁴. ഇതിൻ്റെ ടേം അറേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഈ റൈറ്റ് സൈഡിലെ രണ്ട് ടേമിനെ ലെഫ്റ്റിലോട്ട് മാറ്റിയാൽ മതി. a⁴ - 23a² + 90 = 0 എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ a⁴ കണ്ടില്ലേ? ആ a⁴ a²ൻ്റെ സ്ക്വയർ എന്ന് എഴുതണം. വേറൊരു മാറ്റവും വരുത്തിയിട്ടില്ലേ? a⁴ a²ൻ്റെ സ്ക്വയർ എന്ന് എഴുതുമ്പോഴേ ഈ a² x ആണെന്നൊന്ന് കരുതിയേ. അപ്പോൾ ഈ ടേം എന്താവും? a² x എന്ന് കരുതിയ ഇത് x² - 23, ഇത് x ആണ്. x + 90 = 0. ചുരുക്കം പറഞ്ഞാൽ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമുല. അതായത് ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ x അല്ല a². സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫാക്ടറൈസ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ -23, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90. നമ്പേഴ്സ് ഏതൊക്കെ വരും? -18, -5 എന്ന് നമുക്കിത് ഫാക്ടറൈസ് ചെയ്യാം. ഓർക്കുക, എക്സിൻ്റെ അവിടെ a² ആണ് എന്ന് മറക്കരുത്. അപ്പോൾ നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? a² - 18 × a² - 5 = 0. ഈ a²ൻ്റെ അവിടെ x ആയിരുന്നെങ്കിൽ നമ്മൾ x - 18 × x - 5 എന്നാണ് എഴുതുക. ഇവിടെ എക്സിൻ്റെ അവിടെ a² ആയതുകൊണ്ടാണ് a² - 18 × a² - 5 = 0 എന്ന് എഴുതിയത്. ഇതിൽ നിന്ന് a² - 18 0 കൊടുത്താൽ a² 18, a² - 5 0 കൊടുത്താൽ a² 5. അപ്പോൾ a²ന് രണ്ട് വാല്യൂ 18 ആൻഡ് 5. ഇതിൽ a²ന് 18 എന്ന വാല്യൂ എടുത്ത ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അതവിടെ നോക്കിയേ. b² എന്ന് പറയുന്നത് 10 - a² ആണ്. ഇവിടെ a²ന് നമ്മൾ 18 കൊടുത്താൽ 10 - 18 എന്ന് പറഞ്ഞാൽ -8 എന്ന് വരും. b² -8. b² ഒരിക്കലും നെഗറ്റീവ് ആകില്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ a²ന് 18 എന്ന വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ a²ന് നമ്മൾ എടുക്കുന്ന വാല്യൂ എത്രയാണ്? 5. a² = 5. ഇനി b² കാണണ്ടേ? അതിരുന്നാണ്ട് ഈ ഇക്വേഷൻ വീണ്ടും എടുക്കുന്നതായി ഇത് b² = 10 - a². അതിൽ a²ൻ്റെ സ്ഥാനത്ത് നമുക്ക് 5 എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ 10 - 5 = 5 വരും.
എ സ്ക്വയർ 5, ബി സ്ക്വയറും 5 ആണ്. അപ്പോൾ ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താ? ഇതാണ് ഇക്വേഷൻ. വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസിക്കൽ ടു 1. ഈ ഇക്വേഷനിൽ എ സ്ക്വയറിനും ബി സ്ക്വയറിനും നമ്മൾ എത്ര കൊടുക്കുക? 5 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ വരുന്നത് ദാ ഇവിടെ. ഈ ഇക്വേഷനകത്ത് എ സ്ക്വയറിനും ബി സ്ക്വയറിനും ഈ 5 കൊടുക്കുമ്പോൾ വൈ സ്ക്വയർ ബൈ 5 മൈനസ് എസ് സ്ക്വയർ ബൈ 5 ഈസിക്കൽ ടു 1. ഇതാണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഈ ഹൈപ്പർബോളയ്ക്ക് നമ്മളൊരു പ്രത്യേകത കണ്ടില്ലേ? എ സ്ക്വയറും 5, ബി സ്ക്വയറും 5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എയും ബിയും ഈക്വലാണ്. എയും ബിയും ഈക്വലായാൽ ആ ഹൈപ്പർബോളയുടെ പേരാണ് ഇക്വിലാറ്ററൽ ഹൈപ്പർബോള. ഇഫ് എ ഈസ് ഇക്വൽ ടു ബി, ദ ഹൈപ്പർബോള ഈസ് കാൾഡ് ഇക്വിലാറ്ററൽ ഹൈപ്പർബോള. അപ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ഹൈപ്പർബോളയുടെ എക്സാമ്പിളാണ്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. എ മാൻ റണ്ണിങ് എ റേസ് കോഴ്സ് നോട്ട്സ് ദാറ്റ് the sum of the distances from the two flag posts from him is always 10 meter and the distance between the flag post is 8 meter. Find the equation of the path traced by the man. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു റേസ് കോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് 2 ഫ്ലാഗ് പോസ്റ്റിൽ നിന്നും അയാളിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് എപ്പോഴും 10 ആയിരിക്കും. 2 ഫ്ലാഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ഫിക്സഡ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മാറ്റി പറയാം. 2 ഫിക്സഡ് പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് 10 ആകത്തക്ക രീതിയിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. നമ്മളിതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, 2 ഫിക്സഡ് പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സം ഈക്വലാകുന്ന രീതിയിൽ പോയിൻ്റ് ട്രേസ് ചെയ്താൽ അതൊരു എലിപ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹം സഞ്ചരിക്കുന്ന പാത്ത് എലിപ്റ്റിക്കൽ പാത്താണ്. ഈ പാത്തിലൂടെയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഇപ്പം ആ പി എന്ന പോയിന്റിലാണ് അയാൾ എത്തിയതെങ്കിൽ അവിടെ നിന്ന് ഈ എയും ബിയുമാണ് ഇവിടുത്തെ ഫ്ലാഗ് പോസ്റ്റായി നമ്മൾ എടുത്തിരിക്കുക, 2 ഫിക്സഡ് പോയിന്റ്. ഈ 2 ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് എപ്പോഴും 10 മീറ്റർ ആകത്തക്ക രീതിയിൽ സഞ്ചരിക്കണമെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന പാത്ത് ഈ എലിപ്റ്റിക്കൽ പാത്താണ്. ഇനി ഇവിടെ പറയുന്ന 10 എന്താ? നമ്മളിങ്ങനെ പഠിച്ചല്ലോ, പി എ പ്ലസ് പി ബി അത് 2a ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പി എ പ്ലസ് പി ബിയുടെ ആൻസർ 2a ആണ്. ഇവിടെ പറയുന്നത് പി എ പ്ലസ് പി ബി 10 ആണെന്ന. അപ്പോഴും നമുക്ക് പെട്ടെന്ന് പറയാം 2a = 10. അത് ഈ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 5. ഇനി ഈ 2 ഫ്ലാഗിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 8. ഇവിടെ ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഫോസൈയാണ്. അപ്പോൾ ഈ ഫ്ലാഗിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 8 എന്ന് പറഞ്ഞാൽ ഈ ഫോസൈക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് 8. ഫോസൈക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ 2c എന്നല്ലേ പറയുക. 2c = 8. അതിൽ നിന്ന് സിയുടെ വാല്യൂ 4. എയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബി കാണണ്ടേ. അതിന് c² = a² മൈനസ് b² എന്ന ഫോമിൽ എലിപ്സാണ്. c² = a² മൈനസ് b². അത് ഈ വാല്യൂ എടുക്കാം നമുക്ക്. 4² = 5² മൈനസ് b². അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ 3 കിട്ടും. ഇനി നമുക്ക് ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ ക്വസ്റ്റൻ അതാ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാത്ത് ട്രേസ്ഡ് ബൈ ദ മാൻ. ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ ഇത് ഫസ്റ്റ് എലിപ്സ് ആണല്ലോ. a² ബൈ a² പ്ലസ് y² ബൈ b² ഈസിക്കൽ ടു 1. എയുടെ വാല്യൂ 5. അപ്പോൾ a² എത്ര വരും? 25. ബിയുടെ വാല്യൂ 3 വരും. അപ്പോൾ b² 9. അപ്പോൾ ആൻസർ വരുന്നത് x² ബൈ 25 പ്ലസ് y² ബൈ 9 ഈസിക്കൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ ലൈൻസ് ജോയിനിങ് the vertex of the parabola x² = 12y to the ends of the lattice rectum. നമുക്ക് നോക്കാം. x² = 12y എന്ന പരാബോള, അത് പരാബോളയുടെ മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ s² = 4ay ഫോമിലാണ് അല്ലേ. s² = 12y. ഈ s² = 4ay എങ്ങോട്ടാണ് പരാബോള ഓപ്പൺ ചെയ്യുന്നത്? മുകളിലേക്കാണ്. അപ്പോൾ s² = 12y പരാബോള ഇതേപോലെ ഇതാണ് ആ പരാബോള, മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന പരാബോള. s² = 12y. ക്വസ്റ്റ്യൻ പറയുന്നത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഈ പരാബോളയുടെ ഫോക്കസാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് അതിൻ്റെ ലാറ്റസ് റെക്റ്റമാകും. ഈ ലാറ്റസ് റെക്റ്റത്തിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഇതാണ് വെർട്ടെക്സ്.
വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഫോർഡ് ബൈ ദ ലൈൻസ് ജോയിനിങ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള ടു ദ എൻഡ്സ് ഓഫ് ദ ലാറ്റസ് റെക്റ്റം. എന്നാണ് വെർട്ടെക്സിൽ നിന്ന് ലാറ്റസ് റെക്റ്റത്തിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പരാബോള എസ് സ്ക്വയർ ഈസിക്കൽ ടു 12y എന്ന പരാബോള ഏത് ഫോമുല? എസ് സ്ക്വയർ ഈസിക്കൽ ടു 4ay. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 4a സ്ഥാനത്ത് 12, 4a സമം 12. അങ്ങനെ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 3. ഇനി നോക്കണേ, ഈ പരാബോളയിൽ ഇതെന്ന് പറയുന്നത് ലാറ്റസ് റെക്റ്റമാണ്. കാരണം ഇത് ഫോക്കസിലൂടെയാണ് പോവുക. അപ്പോൾ ഇത് ലാറ്റസ് റെക്റ്റം. ഈ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്താണ് എത്ര? 12 അല്ലേ? ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്താണ് 12. കാരണം 4a സമം 12 എന്നാണ്. ക്ലിയർ? അപ്പോൾ ഈ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് 4a ആണെന്ന് നമുക്കറിയാമല്ലോ. 4a വാല്യൂ എത്ര? 12. അപ്പോൾ ഈ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് 12 കിട്ടി. ഇനി എയുടെ വാല്യൂ 3 എന്ന്. വാട്ട് ഈസ് എ? ഒരു പരാബോളയുടെ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഫോക്കസിലേക്കുള്ള ഈ ലെങ്തിനെയാണ് നമ്മൾ എ ആയിട്ട് എടുക്കുക. ചുരുക്കം പറഞ്ഞാൽ ഈ ലെങ്താണ് ഇവിടെ എന്തായിട്ട് നമുക്ക് കിട്ടുന്നത്? 3. അപ്പോൾ എ എന്താണ്? ഈ വെർട്ടെക്സ് മുതൽ ഈ ഫോക്കസ് വരെയുള്ള ലെങ്താണ് 3. എയുടെ വാല്യൂ 3 കിട്ടി. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻ്റാണ് 3. അപ്പോൾ ഇതാണ്ട് ഈ ലാറ്റസ് റെക്റ്റത്തെ ഈ ട്രയാങ്കിളിൻ്റെ ബേസായിട്ടും ഈ 3 ഉണ്ടല്ലോ, ഇതിൻ്റെ ഹൈറ്റായിട്ടും എടുക്കാം. ബേസും ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഫോമുല ½ BH. ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഫോമുല അറിയാമല്ലോ, ½ BH. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ എത്ര? 12. അതായത് ലാറ്റസ് റെക്റ്റത്തിൻ്റെ നീളം 4a 12. അപ്പോൾ ഇതിൻ്റെ ബേസ് 12 ആണ്. ഹൈറ്റ് എത്രയാണ്? ഇതാണ് അതിൻ്റെ ഹൈറ്റ് 3. അപ്പോൾ ബിക്ക് പകരം 12 എന്നും എച്ചിന് പകരം 3 എന്നും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 18 സ്ക്വയർ യൂണിറ്റ് എന്ന് ആൻസർ കിട്ടും.